എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ദിനങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമായ ആഗസ്റ്റ് 15 നാം ഓരോ വർഷവും വലിയ ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. വർഷങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിരുന്നു അത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ധീരതയുടെയും ദേശസ്നേഹത്തിൻ്റെയും അനേകം കഥകൾ നമ്മോട് പറയുന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സമരവും സത്യാഗ്രഹവും, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ധീരമായ പോരാട്ടവും, ഭഗത് സിംഗിൻ്റെ ത്യാഗവും, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശക്തമായ നേതൃത്വവും, ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘദർശിത്വവും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നു. അതോടൊപ്പം ചരിത്രത്തിൻ്റെ പല താളുകളിലും രേഖപ്പെടുത്താതെ പോയ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ത്യാഗങ്ങളും നാം ഓർക്കണം. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ അനേകം പേർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവിതം സമർപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സരോജിനി നായിഡു, അരുണ ആസിഫ് അലി, കസ്തൂർബ ഗാന്ധി, ക്യാപ്റ്റൻ ലക്ഷ്മി സഹാൾ തുടങ്ങി നിരവധി വനിതകൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി മുന്നിട്ടിറങ്ങി. അവരുടെ ത്യാഗം നമ്മെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം അവകാശമല്ല, വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇന്ന് നാം സ്വാതന്ത്ര്യമായി സംസാരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം നേടാം, നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാം, വോട്ട് ചെയ്യാം, നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താം. ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ശക്തിയാണ്. എന്നാൽ ഈ അവകാശങ്ങളോടൊപ്പം നമ്മുടെ കടമകളും നമുക്ക് മറക്കാൻ പാടില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങളെ ബഹുമാനിക്കുക, ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക, പൊതുസമ്പത്ത് സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, ഇവയെല്ലാം ഒരു നല്ല പൗരൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വൈവിധ്യമാണ്. വ്യത്യസ്ത ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും ജീവിത രീതികളും ഉള്ള കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വൈവിധ്യത്തിൽ ഏകത്വം എന്ന ആശയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ വേഷം വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിയൽ ഒന്നാണ്: നാം ഇന്ത്യക്കാരാണ്. ഇന്ന് ഇന്ത്യ ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശ ഗവേഷണം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, കായികം, കാർഷികം, വ്യവസായം തുടങ്ങി നിരവധി മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിലേക്കും ബഹിരാകാശത്തിലേക്കും ഇന്ത്യ നടത്തിയ ദൗത്യങ്ങൾ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തെളിവുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മുന്നേറുന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. എന്നാൽ വികസനത്തിൻ്റെ ഈ യാത്രയിൽ നമുക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമൂഹിക അസമത്വം, വിദ്യാഭ്യാസത്തിലെ പിന്നാക്കാവസ്ഥ, പാരിസ്ഥിതിക മലിനീകരണം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനു മാത്രമല്ല, ഓരോ പൗരനും അതിൽ പങ്കാളിയാകണം. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ശാസ്ത്രജ്ഞരും അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭരണാധികാരികളും സംരംഭകരും രാജ്യത്തിൻ്റെ നേതാക്കളും. അതുകൊണ്ട് യുവാക്കൾ നല്ല വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം മാനവികതയും സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും ദേശസ്നേഹവും വളർത്തിയെടുക്കണം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവർ സ്വപ്നം കണ്ടത് വെറും സാമ്പത്തികമായി ശക്തമായ ഇന്ത്യയല്ല, സമത്വവും നീതിയും സഹോദര്യവും മനുഷ്യസ്നേഹവും നിറഞ്ഞ ഇന്ത്യയായിരുന്നു. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാത്ത ഇന്ത്യ, ഒരു മനുഷ്യനും വിശപ്പോടെ കഴിയാത്ത ഇന്ത്യ, സ്ത്രീകൾ സുരക്ഷിതമായി ജീവിക്കുന്ന ഇന്ത്യ, യുവാക്കൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഇന്ത്യ, കർഷകരും തൊഴിലാളികളും ആദരിക്കപ്പെടുന്ന ഇന്ത്യ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഇന്ത്യ, ഓരോ പൗരനും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇന്ത്യ. ഇത് എൻ്റെ രാജ്യമാണ്. അത്തരമൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം:
നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം, നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കാം, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം, നമ്മുടെ സഹജീവികളെ സഹായിക്കാം, വിദ്വേഷത്തിന് പകരം സ്നേഹം വളർത്താം, ഭിന്നതകൾക്ക് പകരം ഐക്യം ശക്തിപ്പെടുത്താം, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാം. സ്വാതന്ത്ര്യത്തിനായി ജീവൻ വിലയർപ്പിച്ച എല്ലാ ധീരദേശാഭിമാനികളെയും ഈ അവസരത്തിൽ ആദരപൂർവ്വം സ്മരിക്കാം. അവരുടെ ത്യാഗം നമ്മുടെ പ്രചോദനമാകട്ടെ, അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യമാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ശക്തിപ്പെടുത്താം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കാം. എൻ്റെ രാജ്യം, എൻ്റെ അഭിമാനം, എൻ്റെ ഇന്ത്യ, എൻ്റെ സ്വപ്നം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.